ഹായ് ആൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നോക്കുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 075/21 PSCയുടെ ആൻസർ കീ പ്രകാരമാണ് ഉത്തരങ്ങൾ പറയുന്നത്. ക്വസ്റ്റ്യൻ: താഴെ കൊടുത്തിരിക്കുന്ന വാചകങ്ങൾ വായിക്കുക. 1. തിരുവിതാംകൂറിൽ പതിവ് കണക്ക് ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. 2. സ്വാതി തിരുനാൾ രാമവർമ്മ സുചീന്ദ്രൻ കൈമുക്ക് നിർത്തലാക്കി. 3. തിരുവിതാംകൂറിൽ സേതു ലക്ഷ്മിബായി തമ്പുരാട്ടിയുടെ ഭരണകാലത്തെ ദേവദാസി സമ്പ്രദായം നിർത്തലാക്കി. 4. സേതു ലക്ഷ്മിബായി തമ്പുരാട്ടിയുടെ ഭരണകാലത്തെ തിരുവിതാംകൂറിൽ അടിമത്തം നിർത്തലാക്കി. താഴെ പറയുന്ന ഉത്തരങ്ങളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. 1, 2, 3 മാത്രം. 1, 2, 3 മാത്രം. ഓപ്ഷൻ സി. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതൊക്കെയാണ് ശരിയായി ചേർന്നത്? KP വള്ളോൻ പുലയ മഹാസഭ, അയ്യ വൈകുണ്ഠൻ ഉച്ചിപ്പതിപ്പ്, CP അച്യുതമേനോൻ വിദ്യാവിനോദിനി, CK മാധവൻ ധന്വന്തരി. ആൻസർ ഓപ്ഷൻ ബി. 1, 2, 3. ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. താഴെ പറയുന്നതിൽ ഏതാണ് ഒരേ വിഭാഗത്തിൽ പെടാത്തത്? ഉൽ ഗുലാൻ മൂവ്മെന്റ്, സാഫാഹാർ മൂവ്മെന്റ്, കാജാനാഗ റിബലിയോൺ, ഗാദാർ മൂവ്മെന്റ്. 4 മാത്രം. ഓപ്ഷൻ ഡി 4 മാത്രം. ചിപ്കോ മൂവ്മെന്റുമായി ബന്ധപ്പെടുത്തിയാൽ താഴെ പറയുന്നവയിൽ ഏത് പ്രസ്താവനയാണ് ശരിയല്ലാത്തത്? ചിപ്കോ മൂവ്മെന്റുമായി ബന്ധപ്പെടുത്തിയാൽ താഴെ പറയുന്നവയിൽ ഏത് പ്രസ്താവനയാണ് ശരിയല്ലാത്തത്? 1. ചിപ്കോ മൂവ്മെന്റ് ഒരു കാർഷിക മൂവ്മെന്റ് ആണ്. ചിപ്കോ മൂവ്മെന്റ് സർവോദയ മൂവ്മെന്റിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടു. ചിപ്കോ മൂവ്മെന്റിന്റെ പ്രധാനപ്പെട്ട നേതാവായിരുന്നു ഗൗരദേവി. 1 മാത്രം. ഓപ്ഷൻ എ 1 മാത്രം. താഴെ പറയുന്നവയിൽ ഏതാണ് മുഗൾ ഭരണകാലത്ത് സ്ഥലം എന്ന വാക്കിനു പകരം ഉപയോഗിക്കാത്ത വാക്ക്? താഴെ പറയുന്നവയിൽ ഏതാണ് മുഗൾ ഭരണകാലത്ത് സ്ഥലം എന്ന വാക്കിനു പകരം ഉപയോഗിക്കാത്ത വാക്ക്? കരോരി. താഴെ കൊടുത്തിരിക്കുന്ന ഏത് പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്? 1. ഷുഗർ ആക്ട് അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 2. ഗ്രീൻ റിബൺ ക്ലബ്ബ് ഇംഗ്ലീഷ് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 3. 3 പീപ്പിൾസ് പ്രിൻസിപ്പിൾസ് ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 4. 10 ഡേയ്സ് ദാറ്റ് ഷുക്ക് ദ വേൾഡ് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. 1, 2, 3 ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. 1, 2, 3. താഴെ പറയുന്ന ഏത് പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകളാണ് UNA സംബന്ധിച്ച് തെറ്റായിട്ടുള്ളത്? താഴെ പറയുന്ന ഏത് പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകളാണ് UNO സംബന്ധിച്ച് തെറ്റായിട്ടുള്ളത്? 1. ദേശീയ പരമാധികാരവും വൻ ശക്തി കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടാണ് UNO എന്ന ആശയം നിലവിൽ വന്നത്. UNOയുടെ ലക്ഷ്യം ആർട്ടിക്കിൾ 1 എന്ന UN ചാർട്ടറിൽ നിർവചിച്ചിരിക്കുന്നു. 3. WTO വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ UNOയുടെ സ്പെഷ്യലൈസ്ഡ് ഏജൻസിയാണ്. 4. UNO രൂപീകരിച്ചത് അന്തർദേശീയ സമാധാനവും സുരക്ഷയും മുന്നിൽ കണ്ടുകൊണ്ടാണ്. ആൻസർ ഓപ്ഷൻ ഡി 3 മാത്രം. തെറ്റായിട്ടുള്ളത് 3 മാത്രം. താഴെ പറയുന്ന ഏത് പ്രസ്താവനയാണ് ശരിയായിട്ടുള്ളത്? 1. ടെന്നീസ് കോർട്ട് സത്യം ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 2. ടെയ്ലി, റിത്തെ, ഗബല്ലെ എന്നീ പദങ്ങൾ ഫ്രഞ്ച് വിപ്ലവകാലത്ത് ഫ്രാൻസിൽ നികുതിയെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്നു. 3. ദി ഫ്രണ്ട് ഓഫ് ഔർ കൺട്രി എന്നത് ഫ്രഞ്ച് വിപ്ലവകാലത്തെ വിമതരുടെ ജേർണൽ ആയിരുന്നു. 4. പ്രൈഡ്സ് പർച്ച് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആൻസർ എന്ത്? ഓപ്ഷൻ ബി ആണ്. 1, 2, 3 ശരിയായിട്ടുള്ള പ്രസ്താവനകൾ 1, 2, 3. ദേശീയ ഭക്ഷ്യ സുരക്ഷാ ബിൽ സംബന്ധിക്കുന്ന താഴെ പറയുന്ന പ്രസ്താവനകൾ വായിക്കുക. ദേശീയ ഭക്ഷ്യ സുരക്ഷാ ബിൽ സംബന്ധിക്കുന്ന താഴെ പറയുന്ന പ്രസ്താവനകൾ വായിക്കുക. 1. ഈ ബില്ലിന്റെ ലക്ഷ്യം രാജ്യത്തെ പാവപ്പെട്ടവർക്കുള്ള ഭക്ഷണത്തിന്റെ സബ്സിഡിയാണ്. 2. ഈ ബിൽ ആദ്യമായി നിലവിൽ വന്നത് രാജസ്ഥാനിലാണ്. 3. AAY അന്ത്യോദന അന്ന യോജന ഈ ബില്ലിന്റെ വിപുലീകരണമാണ്. 4. പൊതുവിതരണ സംവിധാനം കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും ഒന്നിച്ച് നടത്തുന്നു. താഴെ പറയുന്നത് ശരിയായത് തിരഞ്ഞെടുക്കുക. 1, 2, 3, 4 4 ശരിയാണ്. ഓപ്ഷൻ സി. താഴെ പറയുന്ന പ്രസ്താവനകൾ ശ്രദ്ധിക്കുക. പ്രസ്താവന എ ദക്ഷിണാർദ്ധഗോളത്തിലെ പശ്ചിമവാദങ്ങൾ കൂടുതൽ ശക്തിയുള്ളതും
ആക്രമണാസക്തവുമാണ്. പ്രസ്താവന ബി ദക്ഷിണാർദ്ധഗോളത്തിലെ പശ്ചിമവാദങ്ങൾ ഉരയാത്ത സമുദ്രപ്രതലത്തിലൂടെ ചരിക്കുന്നു. താഴെ കൊടുത്തുള്ള ശരി കണ്ടെത്തുക. രണ്ട് പ്രസ്താവനകളും ശരി. പ്രസ്താവന ബി പ്രസ്താവന എയെ വിശദീകരിക്കുന്നു. ഓപ്ഷൻ ഡി. പാറ്റ്ലാൻഡ്സ് എന്തിന്റെ സ്വഭാവവിശേഷതയാണ്? പാറ്റ്ലാൻഡ്സ് എന്തിന്റെ സ്വഭാവ സവിശേഷതയാണ്? ഛോട്ടാ നാഗ്പൂർ പ്രവിശ്യ. ഛോട്ടാ നാഗ്പൂർ പ്രവിശ്യ. ഇസോഹലൈൻസ് എന്നാൽ ഒരേപോലുള്ള ഡേഷിനെ ബന്ധിപ്പിക്കുന്ന വരകളാണ്. ഇസോഹലൈൻസ് എന്നാൽ ഓരോ പോലുള്ള ഡേഷിനെ ബന്ധിപ്പിക്കുന്ന വരകളാണ്. ഓരോ പോലുള്ള ഡേഷിനെ ബന്ധിപ്പിക്കുന്ന വരകളാണ്. ഓപ്ഷൻ ബി ലവണാംശം. ലവണാംശം. പശ്ചിമഘട്ടത്തെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? പശ്ചിമഘട്ടത്തെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഓപ്ഷൻ സി പശ്ചിമഘട്ടം ഒരു എസ്കാർപ്മെന്റ് ആണ്. പശ്ചിമഘട്ടം ഒരു എസ്കാർപ്മെന്റ് ആണ്. ഓപ്ഷൻ സി. താഴെ പറയുന്നവയിൽ ഏതാണ് GIS സോഫ്റ്റ്വെയറിന്റെ തുറന്ന സ്രോതസ്? താഴെ പറയുന്നവയിൽ ഏതാണ് GIS സോഫ്റ്റ്വെയറിന്റെ തുറന്ന സ്രോതസ്? ഓപ്ഷൻ എ QGIS. QGIS. GDPയുടെ ഘടക ചിലവ്. GDPയുടെ ഘടക ചിലവ്. GDP at MP മൈനസ് അറ്റ പരോക്ഷ നികുതി. ഓപ്ഷൻ എ GDP at MP മൈനസ് അറ്റ പരോക്ഷ നികുതി. ഉൽപാദന ഘടകങ്ങളിൽ നിഷ്ക്രിയമായത് ഏത്? ഉൽപാദന ഘടകങ്ങളിൽ നിഷ്ക്രിയമായത് ഏത്? സ്ഥലവും മൂലധനവും. താഴെ പറയുന്നതിൽ ഏതാണ് സമ്പദ് വ്യവസ്ഥയിൽ സമ്പത്തിന്റെ വിതരണം കുറയ്ക്കുന്നത്? താഴെ പറയുന്നതിൽ ഏതാണ് സമ്പദ് വ്യവസ്ഥയിൽ സമ്പത്തിന്റെ വിതരണം കുറയ്ക്കുന്നത്? ഗവൺമെന്റിന്റെ സെക്യൂരിറ്റീസിനെ RBI വിലക്കുന്നത്. ഗവൺമെന്റ് സെക്യൂരിറ്റീസിനെ RBI വിൽക്കുന്നത്. റിപ്പോ റേറ്റിനെ പ്രതി താഴെ പറഞ്ഞ ശരിയായത് ഓർ ആയവ ഏത്? റിപ്പോ റേറ്റിനെ പ്രതി താഴെ പറഞ്ഞ ശരിയായത് ഓർ ആയവ ഏത്? ഇത് എല്ലായ്പ്പോഴും ബാങ്കിന്റെ റേറ്റിൽ കുറവാണ്. ഇത് വിപരീത റിപ്പോ റേറ്റിനേക്കാൾ എപ്പോഴും ഉയർന്നതാണ്. ഇത് ഹ്രസ്വകാല സാമ്പത്തിക ആവശ്യങ്ങളെ കേന്ദ്രീകരിക്കുന്നു. ഇത് ഈടാക്കുമ്പോൾ പാർശ്വസ്ഥങ്ങൾ ഉണ്ടാവാറില്ല. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1, 2, 3. ഫിസ്ക്കൽ ഡെഫിസിറ്റ് ധനക്കമ്മി എന്നാൽ മുഴുവൻ ചെലവ് മൈനസ് മുഴുവൻ വരുമാന രസീതുകൾ പ്ലസ് കടമല്ലാത്ത മൂലധന രസീത്. മുഴുവൻ ചെലവ് മൈനസ് മുഴുവൻ വരുമാന രസീതുകൾ പ്ലസ് കടമല്ലാത്ത മൂലധന രസീത്. അത്യാഹിതം പ്രഖ്യാപിക്കുമ്പോൾ ആർട്ടിക്കിൾ 19 ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങൾ നിർത്തലാക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? അത്യാഹിതം പ്രഖ്യാപിക്കുമ്പോൾ ആർട്ടിക്കിൾ 19 ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങൾ നിർത്തലാക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 358. ആർട്ടിക്കിൾ 358. താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കൺകറന്റ് ലിസ്റ്റിൽ ഉള്ളത്? താഴെ പറഞ്ഞതിൽ ഏതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കൺകറന്റ് ലിസ്റ്റിൽ ഉള്ളത്? വർത്തമാന പത്രങ്ങൾ, പുസ്തകങ്ങൾ, അച്ചടി പ്രസ്സുകൾ. വർത്തമാന പത്രങ്ങൾ, പുസ്തകങ്ങൾ, അച്ചടി പ്രസ്സുകൾ. പൗരത്വം ഏറ്റെടുക്കൽ, അവസാനിപ്പിക്കൽ എന്നിവയെ സംബന്ധിച്ച് ഭേദഗതിക്ക് ആവശ്യമായത്. പൗരത്വം ഏറ്റെടുക്കൽ, അവസാനിപ്പിക്കൽ എന്നിവ സംബന്ധിച്ച് ഭേദഗതിക്ക് ആവശ്യമായത്. പാർലമെന്റിന്റെ ലളിതമായ ഭൂരിപക്ഷം. ഇന്ത്യൻ ഭരണഘടനയിലെ സ്റ്റേറ്റ് പോളിസിയുടെ ഡയറക്റ്റീവ് തത്വങ്ങൾ ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയിലെ സ്റ്റേറ്റ് പോളിസിയുടെ ഡയറക്റ്റീവ് തത്വങ്ങൾ ഇൻസ്ട്രുമെന്റ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് 1935 ഇന്ത്യ ഗവൺമെന്റ് ആക്ട്. 1935 ഇന്ത്യ ഗവൺമെന്റ് ആക്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ ഭേദഗതി പ്രകാരം ഇനി പറയുന്നവയിൽ ഏത് വാദമാണ് ശരിയല്ലാത്തത്? ഇന്ത്യൻ ഭരണഘടനയുടെ ഭേദഗതി പ്രകാരം ഇനി പറയുന്നവയിൽ ഏത് വാദമാണ്
ശരിയല്ലാത്തത്. ഭരണഘടനാ ഭേദഗതി ബിൽ പാസാക്കാൻ ബുദ്ധിമുട്ടായ അവസരങ്ങളിൽ പാർലമെന്റിന്റെ ഇരുസഭകളിലും സംയുക്ത മീറ്റിംഗ് നടത്താൻ വ്യവസ്ഥയുണ്ട്. ഭരണഘടനാ ഭേദഗതി ബിൽ പാസാക്കാൻ ബുദ്ധിമുട്ടായ അവസരങ്ങളിൽ പാർലമെന്റിന്റെ ഇരുസഭകളിലും സംയുക്ത മീറ്റിംഗ് നടത്താൻ വ്യവസ്ഥയുണ്ട്. അഖിലേന്ത്യാ സേവനത്തിന്റെ അംഗങ്ങളുടെ സേവന വ്യവസ്ഥയെ നിർണ്ണയിക്കുന്നത്. അഖിലേന്ത്യാ സേവനത്തിലെ അംഗങ്ങളുടെ സേവന വ്യവസ്ഥയെ നിർണ്ണയിക്കുന്നത് ഇന്ത്യൻ പാർലമെന്റ്. സിവിൽ സർവീസുകാർക്ക് ഭരണഘടനാപരമായ സുരക്ഷ ഉറപ്പാക്കുന്നതാണ്. സിവിൽ സർവീസുകാർക്ക് ഭരണഘടനാപരമായ സുരക്ഷ ഉറപ്പാക്കുന്നതാണ് ആർട്ടിക്കിൾ 311. വിവരാവകാശ നിയമം 2005 പ്രകാരം അപേക്ഷകന് ഫീസ് ഇല്ലാതെ നൽകപ്പെടുന്നത്. വിവരാവകാശ നിയമം 2005 പ്രകാരം അപേക്ഷകന് ഫീസ് ഇല്ലാതെ നൽകപ്പെടുന്നത്: 1. അപേക്ഷകൻ ഒരു BPL വ്യക്തിയാണെങ്കിൽ. 2. അപേക്ഷ നൽകി 30 ദിവസത്തിനുള്ളിൽ ഒരു പൊതു അതോറിറ്റി വിവരങ്ങൾ നൽകുന്നതിൽ പരാജയപ്പെടുന്നതിനടുത്ത്. 3. 45 ദിവസത്തിനുള്ളിൽ ഒരു പൊതു അതോറിറ്റി വിവരങ്ങൾ നൽകാൻ പരാജയപ്പെടുന്നിടത്ത്. 4. ഒരു പൊതു അതോറിറ്റി തെറ്റായ വിവരങ്ങൾ അപേക്ഷകന് നൽകുന്നിടത്ത്. 1ഉം 2ഉം മാത്രം. ആൻസർ ഓപ്ഷൻ എ 1ഉം 2ഉം മാത്രം. താഴെ പറയുന്നതിൽ ഏതാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം അനുസരിച്ച് ഉപഭോക്തൃ അവകാശമല്ലാത്തത്? താഴെ പറയുന്നതിൽ ഏതാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം അനുസരിച്ച് ഉപഭോക്തൃ അവകാശമല്ലാത്തത്? വിലപേശാനുള്ള അവകാശം. ഒരു ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്നാൽ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. കേരളം മണ്ണും മനുഷ്യരും എന്ന പുസ്തകം എഴുതിയത് ആര്? കേരളം മണ്ണും മനുഷ്യരും എന്ന പുസ്തകം എഴുതിയത് ആര്? ഡോക്ടർ ടി.എം. തോമസ് ഐസക്. താഴെ പറയുന്നവരിൽ ആരാണ് വിദ്യാവിനോദിനിയുടെ കർത്താവ്? CP അച്യുതമേനോൻ. സംഗീത നൈഷാദം ബന്ധപ്പെട്ടിരിക്കുന്നത് TC അച്യുതമേനോൻ. പിക്ചർ എന്ന വാക്ക് ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബേസ്ബോൾ. കൊടുപ്പുന്ന എന്നത് ആരുടെ തൂലികാനാമമാണ്? ഗോവിന്ദ ഗണകൻ. ലോക ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ ചാമ്പ്യൻ ഓഫ് ചാമ്പ്യൻ എന്ന തലക്കെട്ട് നേടിയത് ആരാണ്? ലോക ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ ചാമ്പ്യൻ ഓഫ് ചാമ്പ്യൻ എന്ന തലക്കെട്ട് നേടിയത് ആരാണ്? അഞ്ജലി ഭഗവത്. 2004 ഏതൻസ് ഒളിമ്പിക്സിൽ ജിംനാസ്റ്റിക്സിൽ മോഹിനി ഭരദ്വാജ് ഒളിമ്പിക് മെഡൽ നേടിയത് ഏത് രാജ്യത്തിന് വേണ്ടിയാണ്? 2004 ഏതൻസ് ഒളിമ്പിക്സിൽ ജിംനാസ്റ്റിക്സിൽ മോഹിനി ഭരദ്വാജ് ഒളിമ്പിക് മെഡൽ നേടിയത് ഏത് രാജ്യത്തിന് വേണ്ടിയാണ്? അമേരിക്ക. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ബോക്സിംഗ് റഫറി ആരാണ്? റസിയ ഷബ്നം. 2003 ആഫ്രോ ഏഷ്യൻ ഗെയിംസ് നടന്നത് ഇന്ത്യയിൽ എവിടെയാണ്? 2003 ആഫ്രോ ഏഷ്യൻ ഗെയിംസ് നടന്നത് ഇന്ത്യയിൽ എവിടെയാണ്? ഹൈദരാബാദ്. ICC വനിതാ വേൾഡ് കപ്പ് 2022 ഔദ്യോഗിക ഗാനം അറിയപ്പെടുന്നത് എങ്ങനെ? ICC വനിതാ വേൾഡ് കപ്പ് 2022 ഔദ്യോഗിക ഗാനം അറിയപ്പെടുന്നത് എങ്ങനെ? ഗേൾ ഗാങ്. കമ്പ്യൂട്ടറിന്റെ CPU-ലെ താൽക്കാലിക ദ്രുതവേഗ സംഭരണ സ്ഥലം അറിയപ്പെടുന്നത്? കമ്പ്യൂട്ടറിന്റെ CPU-ലെ താൽക്കാലിക ദ്രുതവേഗ സംഭരണ സ്ഥലം അറിയപ്പെടുന്നത് രജിസ്റ്റർ. താഴെ പറയുന്നതിൽ ഏതാണ് ഇൻപുട്ട് ഡിവൈസ്? OMR. ഒരു നെറ്റ്വർക്കിലെ കമ്പ്യൂട്ടറിലെ ഹാർഡ്വെയർ ഘടകം പരിഗണിക്കാതെ ഡാറ്റയുടെ ഒഴുക്ക് നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന വയർലെസ് ടോപ്പോളജി. ഒരു നെറ്റ്വർക്കിലെ കമ്പ്യൂട്ടറിലെ ഹാർഡ്വെയർ ഘടകം പരിഗണിക്കാതെ ഡാറ്റയുടെ ഒഴുക്ക് നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന വയർലെസ് ടോപ്പോളജി.
NIC. ഒരു പ്രോഗ്രാം സമർപ്പിക്കുന്നതിനും അത് പൂർത്തിയാക്കുന്നതിനും CPU എടുക്കുന്ന സമയമാണ് ടേൺ അറൗണ്ട് സമയം. താഴെ പറയുന്നവയിൽ ഏത് HTML ടാഗാണ് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ഉണ്ടാക്കുവാൻ ഉപയോഗിക്കുന്നത്? സെലക്ട് ടാഗ്. ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കോൺസർവേഷൻ ഓഫ് നേച്ചർ IUCNന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കോൺസർവേഷൻ ഓഫ് നേച്ചറിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? സ്വിറ്റ്സർലാൻഡ്. പരിസ്ഥിതി മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ നിയന്ത്രണ ചട്ടക്കൂട് താഴെ പറയുന്നവയിൽ ഏതാണ്? ISO 14001. ബയോ ഇന്ധനം കൊണ്ട് ഓടിച്ച ആദ്യത്തെ റോക്കറ്റ് ഏതാണ്? ഓപ്ഷൻ ബി സ്റ്റാർഡസ്റ്റ് 1.0. DRDO ഇന്ത്യൻ ആർമിക്ക് വേണ്ടി നിർമ്മിച്ചെടുത്ത ഒരേ സമയം ഒന്നിലധികം റോക്കറ്റുകൾ വിക്ഷേപിക്കാനുതകുന്ന ലോഞ്ചർ ഏതാണ്? DRDO ഇന്ത്യൻ ആർമിക്ക് വേണ്ടി നിർമ്മിച്ചെടുത്ത ഒരേ സമയം ഒന്നിലധികം റോക്കറ്റുകൾ വിക്ഷേപിക്കാനുതകുന്ന ലോഞ്ചർ ഏതാണ്? പിനാക്ക. താഴെ പറയുന്നവയിൽ ഏതാണ് പുതുക്കാവുന്ന ഊർജത്തിന്റെ ഉറവിടം? സോളാർ എനർജി. 3 സംഖ്യകളുടെ ഗുണനഫലം 100 ആണ്. ഇവ കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യയുടെ അവസാനത്തെ അക്കം 3 ആണ്. അങ്ങനെയെങ്കിൽ ഇവയിൽ രണ്ടാമത്തെ വലിയ സംഖ്യ ഏത്? 2. രാജു ഒരു സൈക്കിൾ വാങ്ങി ഒരു വർഷത്തിന് ശേഷം 20% വിലക്കുറവിൽ വിറ്റു. ആ സൈക്കിൾ 10% വിലക്കുറവിൽ വിറ്റിരുന്നെങ്കിൽ രാജുവിന് 100 രൂപ അധികം കിട്ടിയേനെ. എങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന സംഖ്യകളിൽ ഏതാണ് രാജുവിന്റെ സൈക്കിളിന്റെ വില? 1000 രൂപ. ഓപ്ഷൻ എ 1/3, 5/7, 2/9, 9/14, 7/12. ഈ സംഖ്യകൾ ആരോഹണ ക്രമത്തിൽ എഴുതിയാൽ നമുക്ക് കിട്ടുന്ന സംഖ്യ ഏത്? 2/9, 1/3, 7/12, 9/14, 5/7. ഒരു ആശുപത്രി വാർഡിൽ 75% ആളുകൾ COVID-19 ബാധിതരാണ്. ഇതിൽ 100 പേർ പുരുഷന്മാരും 10 പേർ ട്രാൻസ്ജെൻഡേഴ്സും ബാക്കി സ്ത്രീകളുമാണ്. ആ വാർഡിൽ 300 സ്ത്രീകൾ ഉണ്ടായിരുന്നെങ്കിൽ അവർ മൊത്തം ജനങ്ങളുടെ 50% വരുമായിരുന്നു. അങ്ങനെയെങ്കിൽ എത്ര സ്ത്രീകൾ രോഗബാധിതർ ആണ്? 40. 2 വർഷത്തേക്ക് 10.5% ലഘു പലിശയിൽ നിക്ഷേപിച്ചിരിക്കുന്ന തുകയ്ക്ക് 2 വർഷത്തേക്ക് കിട്ടുന്ന കൂട്ടുപലിശയും തുല്യസംഖ്യ തന്നെയാണ്. അങ്ങനെയെങ്കിൽ കൂട്ടുപലിശ എത്ര ശതമാനമാണ്? 10%. 4 മൂന്നക്ക സംഖ്യകളുടെ ശരാശരി 335 കണക്കാക്കിയിരുന്നു. എന്നാൽ അതിൽ 8 എന്ന അക്കം ഒരു സംഖ്യയുടെ 2ാം സ്ഥാനത്തും മറ്റൊരു സംഖ്യ 3ാം അവസാന സ്ഥാനത്തും ആണ് ഉള്ളത്. ഇത് 3 എന്ന് തെറ്റായി വായിച്ചു എന്ന് മനസ്സിലാക്കി. ഈ തെറ്റ് പരിഹരിച്ചാൽ ഈ 4 സംഖ്യകളുടെ ശരാശരി എത്രയായിരിക്കും? 348.75. 220 സ്ക്വയർ ഫീറ്റ് വ്യാപ്തിയുള്ള ഒരു തറയിൽ ടൈൽസ് ഇടുന്നതിനായി 2x2 ഫീറ്റ് 4x2 ഫീറ്റും വിസ്തീർണമുള്ള ടൈൽസ് ലഭ്യമാണ്. ഈ ടൈൽസിന്റെ ഒരെണ്ണം വില 50 രൂപയും 80 രൂപയുമാണ്. അങ്ങനെയെങ്കിൽ ആ തറയിൽ ടൈൽ പതിപ്പിക്കാനുള്ള ഏറ്റവും കുറഞ്ഞ ചിലവ് എത്രയാവും? 2210 രൂപ. ഓപ്ഷൻ ബി. രാജു 20 ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കുന്ന ജോലി റാണി 15 ദിവസത്തിൽ പൂർത്തിയാക്കും. സാഹിൽ അത് 12 ദിവസത്തിൽ പൂർത്തിയാക്കും. ഇവർ 3 പേരും 2 ദിവസം ഈ ജോലി ചെയ്തതിനു ശേഷം ബാക്കി ജോലി രാജു മാത്രം തുടരുന്നുവെങ്കിൽ രാജുവിന് എത്ര ദിവസം അധികമായി വേണ്ടിവരും? 12. എയും ബിയും നിക്ഷേപ റേഷ്യോ 5:10 ഒരു ബിസിനസ് തുടങ്ങി. സി ഈ കൂട്ടായ്മയിൽ പിന്നീട് വരികയും 20,000 രൂപ നിക്ഷേപിക്കുകയും ചെയ്തു. അതേസമയം എയും ബിയും 2000 വീതം നിക്ഷേപിച്ചു. ഇപ്പോൾ എ ബി സിയുടെ നിക്ഷേപ റേഷ്യോ 10:5:25 ആണ്. അങ്ങനെയെങ്കിൽ എ ആദ്യം നിക്ഷേപിച്ചത് എത്ര?
6,000 രൂപ. ഓപ്ഷൻ ഡി. 100 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ 20 സെക്കൻഡിൽ ഒരു പാലത്തിലൂടെ കടന്നുപോകും. ആ ട്രെയിനിന്റെ സ്പീഡ് 10 മീറ്റർ പെർ സെക്കൻഡ് കൂട്ടിയാൽ ട്രെയിൻ പാലത്തിലൂടെ 10 സെക്കൻഡിൽ കടന്നുപോകും. അങ്ങനെയെങ്കിൽ പാലത്തിന്റെ നീളം എത്ര? 100. ഒരു ട്രെയിൻ എല്ലാ വ്യാഴാഴ്ചയും ശനിയാഴ്ചയും ഓടുന്നു. 2020 ജനുവരി 1 ഒരു ബുധനാഴ്ചയാണെങ്കിൽ 2020 എത്ര പ്രാവശ്യം ആ ട്രെയിൻ ഓടിയിട്ടുണ്ടാവും? 105. അടുത്ത ക്വസ്റ്റ്യൻ ഡെലീറ്റഡ് ആണ്. എ 40 മീറ്റർ തന്റെ ഓഫീസിൽ നിന്ന് വടക്ക് ദിശയിലേക്ക് നടക്കും. അതിനുശേഷം വലത്തോട്ട് തിരിഞ്ഞ് 8 മീറ്റർ വീണ്ടും നടക്കും. വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് 34 മീറ്റർ നടക്കും. അങ്ങനെയെങ്കിൽ എ ഇപ്പൊ തന്റെ ഓഫീസിൽ നിന്നും എത്ര ദൂരത്താണ്? 10. അടുത്ത ക്വസ്റ്റ്യൻ ഡെലീറ്റഡ് ആണ്. എക്ക് ബിയേക്കാൾ കൂടുതൽ മാർക്കുണ്ട്. ബിക്ക് ഡിയേക്കാൾ കുറഞ്ഞ മാർക്കാണ്. എന്നാൽ ഇയേക്കാളും ഉയർന്ന മാർക്കുണ്ട്. ഇതിൽ സിക്ക് ഡിയേക്കാൾ ഉയർന്ന മാർക്കുണ്ട്. എങ്കിൽ താഴെ പറഞ്ഞതിൽ ഏതാണ് ശരി? എക്കാണ് ഏറ്റവും കൂടുതൽ മാർക്ക്. പ്ലസിന് പകരം ഗുണനമാണെങ്കിൽ, വ്യവകലനം എന്നത് സങ്കലനമാണെങ്കിൽ, അതുപോലെ 5+3 - 8 × 2 = 19. ഇതേപോലെ തന്നെ ഗുണനം അർത്ഥമാക്കുന്നത് ഓപ്ഷൻ എ ഹരണം. താഴെ പറഞ്ഞതിൽ ഒറ്റ ആയത് തിരഞ്ഞെടുക്കുക. ചെടി ചട്ടി. അടുത്ത ക്വസ്റ്റ്യൻ ഡെലീറ്റഡ് ആണ്. പി, ക്യു, ആർ എന്നിവയുടെ സഹോദരിയാണ് സി. ക്യൂവിന്റെ അച്ഛൻ ഡി ആണ്. പി എന്നയാൾ വൈയുടെ പുത്രനാണ്. അങ്ങനെയെങ്കിൽ താഴെ പറഞ്ഞതിൽ ഏതാണ് ശരി? സിയുടെ അമ്മയാണ് വൈ. ഒരു ഘടികാരം ഓരോ മണിക്കൂറിലും 1 മിനിറ്റ് വീതം കൂടുതൽ ഓടും. 1 മണി ആയപ്പോൾ ഈ ക്ലോക്കിലെ സമയം ശരിയായി പുനഃസ്ഥാപിച്ചു. ഇപ്പോൾ കണ്ണാടിയിൽ ക്ലോക്ക് കാണിച്ച സമയം മിറർ ഇമേജ് 4:33 ആണെങ്കിൽ ഏകദേശ സമയം എത്രയായിരിക്കും? 7:20. Add question tag. I told you dash ? Option B, didn't I? Without supervision, children might eat unhealthy food or lead sedentary lifestyle. Identify the meaning of the underlined word. Option A, inactive. Identify the correct spelling out of the following. Option C, opportunity, privilege. He said his job to attend the disease of the eye. Give one word substitute to the underlined words. Option A, ophthalmologist. What is the meaning of the idiomatic expression in the following sentence? Our entire class is walking in its boots. Option C, to tremble with fear or nervousness. Fill in the blank with the appropriate word. The manager dashed to a pay hike next month. Option D, allude. Choose the word nearly opposite in the meaning to the word fact. Option B, fiction. At the question deleted. Fill in the blank with the appropriate word. The brothers together with their sister dash here are. Fill in the blank. My mother helped me dash my homework. Option D, do. Pick the option that turns the sentence passive. Something dash happen or they would be here by now. Option B, must have. Fill in the blanks with the articles. Mr. Bajaj was dash very fastidious person who lived in dash small house with dash beautiful garden. Option C, A. Choose appropriate models from the options given. Options below. Kamala took a long flight from Tanzania. She dash be exhausted after that. I told her you dash rest dear. Answer the option D, must should. Correct the sentence. If there is an error, you can pass the examination if you answer the question with precision, accurately and quickly. Option A, precisely, accurately and quickly. Complete the sentence. If Suhara lent
lend us her car, we dash. Option C, could go to Aluva. Pick a preposition. I am accustomed dash hard work. Option C, 2. Single the odd one out. Option A, shipwreck. Midun has a dash of doctors. Select the correct of trust. Option A, distrust. Use a phrasal verb. He does not dash any misbehavior in his class. Option B, put up with. What is the meaning of prima facie? Option D, at first view. ശരിയായ രൂപമേത്? ഓപ്ഷൻ ബി, ജീവച്ഛവം. സഹിതം, വിപരീത പദം. ഓപ്ഷൻ സി, രഹിതം. പറയുന്ന ആൾ, ഒറ്റപ്പദമേത്? ഓപ്ഷൻ ബി, വക്താവ്. സ്ട്രൈക്ക് ബ്രേക്കർ, സമാനമായ മലയാള ശൈലി. ഓപ്ഷൻ സി, കരിങ്കാലി. ജലം, പര്യായ പദമേത്? ഓപ്ഷൻ ഡി, അപ്പ്. കണ്ടു, പിരിച്ചെഴുതുക. ഓപ്ഷൻ ബി, കൺ പ്ലസ് തു. അടുത്ത ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. കഷ്ടപ്പെടുത്തുക എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലി ഏത്? നക്ഷത്രം എണ്ണിക്കുക. ആ പ്ലസ് കാലം ചേർത്തെഴുതുക. അക്കാലം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. താങ്ക് യു.